നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ 6 പേർക്ക് കൂടി COVID-19 അതായത് കൊറോണ വൈറസ് സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതോടെ വൈറസ് ബാധിതരുടെ എണ്ണം ആകെ 12 മാറിയിരിക്കുകയാണ്. ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ച 6 പേരും ഇറ്റലിയിൽ നിന്നും എത്തിയവരുമായി സമ്പർക്കം പുലർത്തിയവരാണെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ പറയുകയുണ്ടായി. സംസ്ഥാനത്ത് ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് പറയപ്പെടുന്നത്. രോഗലക്ഷണങ്ങളുള്ളവർ ക്ഷേത്ര ദർശനങ്ങൾ ഒഴിവാക്കണം. എന്നാൽ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് ആരോഗ്യ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രവാസ ലോകത്ത് നിന്നും എത്തുന്ന പ്രവാസികൾ ഏവരും ഇത്തരം നിയമങ്ങളും പാലിക്കണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. സംസ്ഥാനത്ത് ആളുകൾ കൂടി നിൽക്കുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം. രോഗലക്ഷണങ്ങളുള്ളവർ ക്ഷേത്ര ദർശനങ്ങൾ ഒഴിവാക്കണം. ശബരിമല ദർശനവും ഒഴിവാക്കുന്നതാണ് നല്ലതെന്നാണ് പറയപ്പെടുന്നത്. ശബരിമലയിലെ ചടങ്ങുകൾ മാറ്റമില്ലാതെ നടക്കുന്നതായിരിക്കും. സംസ്ഥാനത്തെ കലാപരിപാടികളെല്ലാം ഒഴിവാക്കുകയും ചെയ്യണം. ഉത്സവങ്ങൾ, പള്ളിപ്പെരുന്നാളുകൾ ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികൾ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ മാത്രമാക്കി നടത്തുകയും ആളുകൾ കൂടുന്നത് ഒഴിവാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകി. വിവാഹത്തിന് ആളുകൾ കൂടുന്നത് ഒഴിവാക്കുക, ചടങ്ങുകൾ മാത്രമായി നടത്തുക. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സമയത്തെത്താൻ കഴിയാത്തത് മൂലം ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെടുന്നതായിരിക്കും. മാർച്ച് 31 വരെ സ്കൂളുകളെല്ലാം അടച്ചിടുന്നതായിരിക്കും. അംഗനവാടികൾ നൽകി വരുന്ന ഭക്ഷണം വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഖത്തറിൽ പ്രവേശനം ഇതിനോടകം തന്നെ നിഷേധിച്ചിട്ടുണ്ട്. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ദോഹയിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കി കഴിഞ്ഞു. ഇന്ത്യൻ വെൽസ് ടെന്നീസ് ടൂർണമെന്റ് ഉപേക്ഷിച്ചു. രാജ്യത്ത് ആദ്യമായി കൊറോണ വൈറസിനെ പ്രതിരോധിക്കാൻ HIV-ക്കെതിരെ നൽകുന്ന മരുന്ന് പ്രയോഗിച്ചു കഴിഞ്ഞു. ഇറ്റാലിയൻ ദമ്പതികൾക്കാണ് മരുന്ന് നൽകിയത്. ജയ്പൂർ സന്ദർശനത്തിന് എത്തിയ ഇവരിൽ കൊറോണ കണ്ടെത്തുകയായിരുന്നു. ഇവരിൽ ഈ മരുന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു. ചൈനയിലും സമാനമായ മരുന്നാണ് പ്രയോഗിച്ചത്. ഇവയ്ക്ക് ചില പാർശ്വഫലങ്ങൾ ഉള്ളതിനാൽ രോഗിയുടെ സമ്മതത്തോടെയാണ് മരുന്ന് നൽകുന്നതെന്നും അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ കൊറോണ ബാധിതരുടെ നിരക്ക് ഇപ്രകാരമാണ്. പൂനെ 2, ദുബായ് സന്ദർശനം കഴിഞ്ഞെത്തിയ സ്ത്രീയും പുരുഷനുമാണ് കണക്കിൽപ്പെടുന്നത്. കർണാടകയിൽ 1, US-ൽ നിന്നും ബംഗളൂരുവിൽ മടങ്ങിയെത്തിയ ആൾക്കാണ് കർണാടകയിൽ സ്ഥിരീകരിച്ചത്. പഞ്ചാബിൽ 1, ഇറ്റലി സന്ദർശിച്ചയാൾക്കാണ്. കേരള 11, ഇവരിൽ 3 പേർ നേരത്തെ സുഖം പ്രാപിച്ചു കഴിഞ്ഞു. ലഡാക്ക് 2, ഇറാൻ സന്ദർശിച്ചെത്തിയവരാണിവർ. തമിഴ്നാട് 1, ഒമാൻ സന്ദർശിച്ച് മടങ്ങിയെത്തിയയാൾക്കാണ്. ഡൽഹി 4, രാജസ്ഥാൻ 16, അതിൽ 15 ഇറ്റാലിയൻ വിനോദസഞ്ചാരികളും ഒരു ഇന്ത്യക്കാരനുമാണ്. ഉത്തർപ്രദേശ് 8, ഡൽഹിയിൽ രോഗം സ്ഥിരീകരിച്ച കുടുംബത്തിലെ 6 പേരും ഒരു ആഗ്ര സ്വദേശിയുമാണ് ഉൾപ്പെടുന്നത്. തെലങ്കാന 1, ദുബായ് സിംഗപ്പൂർ യാത്ര കഴിഞ്ഞ് വന്നയാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇത്തരത്തിൽ വിദേശത്ത് നിന്ന് ജോലി കഴിഞ്ഞെത്തിയവരും വിനോദസഞ്ചാരത്തിനുമായി പോയിരുന്നവരാണ് തിരിച്ചെത്തിയവരിൽ ഏവരും. അതിനാൽ തന്നെ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികൾ ഇതിനോടകം തന്നെ കർശന ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.